ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. പമ്പാ നദീതീരത്തെ അനുഗ്രഹീതമായ ആത്മീക കൂട്ടായ്മയുടെ 130ാമത് മാരാമൺ കൺവെൻഷനിലെ നേർക്കാഴ്ചകളിലേക്ക്. നമ്മുടെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ എൻട്രൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാരാമൺ കൺവെൻഷൻ്റെ പമ്പാ നദീതീരത്തിൻ്റെ അരികിലേക്ക് നമ്മളെത്തി. മനോഹരമായ എൻട്രൻസും ഈ എൻട്രൻസിൽ തന്നെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം, അതിൻ്റെ നടുവിലൂടെ മനോഹരമായ ഈ ഗ്രൗണ്ടിലേക്കുള്ള ഒരു പാലം ഈ ആറിന് കുറുകെ സംയോജിപ്പിച്ചിട്ടുണ്ട്. ഈ പാലം കടന്ന് നമ്മൾ ചെല്ലുന്നത് ആ മനോഹരമായ ആത്മീയ കൂട്ടായ്മയുടെ സെൻറ്ററിലേക്കാണ്. നമ്മൾ ഈ ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കുന്ന പാലത്തിലൂടെ ഉള്ള യാത്രയാണ്. മനസ്സിന് കുളിർമയേകുന്ന പ്രകൃതി രമണീയമായ കാഴ്ചകളുമുള്ള ഒരു നദീതീരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ജനത്തിൻ്റെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ പാലത്തിലൂടെയുള്ള യാത്ര വളരെ ആകർഷകരമായ ഒരനുഭവമാണ്. നമ്മുടെ കൺവെൻഷൻ സെൻറ്ററിലെ ഇവിടുത്തെ
അച്ഛന്മാരുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ ഇവിടെ തന്നെയാണ്. നമ്മൾ അവരുടെ ഭക്ഷണശാലയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. നമ്മൾ കൺവെൻഷൻ സെൻറ്ററിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇവിടെ വളരെ വർഷങ്ങളായി ഈ കൂട്ടായ്മയിൽ പങ്കുചേർന്നതിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെയും നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന പ്രിയ അച്ഛനെ നമുക്ക് പരിചയപ്പെടാം. അച്ഛാ നമസ്കാരം. ഗുഡ് മോർണിംഗ്. അച്ഛൻ്റെ പേര്? ഞാൻ MC സ്കറിയാച്ചൻ. ഇതെൻ്റെ മോൻ അച്ഛനാണ്, അനീഷ് സ്കറിയാച്ചൻ. അച്ഛൻ്റെ സ്ഥലം? ഞാൻ വൃന്ദാവനം. അച്ഛൻ ഈ കൺവെൻഷനെ കുറിച്ച് ഇപ്പോൾ നടക്കുന്ന പഴയ കാലത്തെ അനുഭവവും കഴിഞ്ഞ കാലങ്ങളിലെ കൺവെൻഷനുകളിൽ നടന്ന മാറ്റങ്ങളും ഇപ്പോൾ ഉണ്ടായ വ്യത്യാസങ്ങളെക്കുറിച്ചും രണ്ട് വാക്കുകൾ പറയാമല്ലോ. അനേക വർഷങ്ങളായിട്ട് 77 ജൂൺ മാസത്തിലാണ് ഞാൻ ഫീൽഡിലേക്ക് ആകുന്നത്. ആദ്യം ഞാൻ ഏതാനും വർഷം ഒരു മിഷൻ ഫീൽഡിലൊക്കെ താമസിച്ചു. അതിനുശേഷം കോട്ടയം MG സെമിനാരിൽ പോയി BD ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ശുശ്രൂഷയിലായിരിക്കും. അന്ന് മുതൽ ഈ മാരാമണിൽ വന്ന് സംബന്ധിക്കാറുണ്ട്. വി ആർ ദി ബ്ലസ്സഡ് മെമ്പേഴ്സ് ഓഫ് ദ മാർത്തമ ചർച്ച്. മാർത്തമ സഭയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. അന്നും ഇന്നും എന്നും അത് ഒരു ദൈവകൃപയിൽ മുകൾ തട്ടിൽ തന്നെ നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ വ്യത്യസ്തമായ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ആ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാണ്. പേഴ്സണൽ ഇവാഞ്ചലിസം നടക്കുന്നുണ്ട്, ജനറലായിട്ടുള്ളതുണ്ട്. അതുപോലെ തന്നെ ഇത് മതസൗഹാർദ്ദത്തിൻ്റെ എല്ലാം എക്യുമെനിക്കൽ ഫെലോഷിപ്പിൻ്റെ എല്ലാം ഒരു കേളി രംഗമാണ്. ഇത് ദൈവരാജ്യത്തിൻ്റെ ഇവിടുത്തെ ഒരു യൂണിറ്റാണ്. ഇന്ന് ബഹുമാനപ്പെട്ട AT സക്രിയാച്ചൻ പ്രസംഗിച്ചത് ഇവിടെ ദൈവരാജ്യത്തിലായിരിക്കുമ്പോഴാണ് അതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഈ ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം. അതുകൊണ്ട് വളരെ സന്തോഷമാണ്. ചില പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ആവോളം കൺവെൻഷന് വന്ന് സംബന്ധിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. രാവിലെ ബൈബിൾ സ്റ്റഡിക്ക് വന്ന് അതിനുശേഷം ഞങ്ങളുടെ ക്ലർജി ഷെഡി വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനിയും അങ്ങോട്ട് ഇറങ്ങുകയാണ്. പഴയകാല അച്ഛന്മാരെയെല്ലാം നമുക്ക് ഒത്തിരി സീനിയർ അച്ഛന്മാരുമുണ്ട്, ചെറിയ അച്ഛന്മാരും ഒക്കെ സ്നേഹിതരുണ്ട്. അവരെയെല്ലാം കണ്ടു. ഇങ്ങനെ സന്ദേശം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെയാണോ സ്റ്റേ ചെയ്യുന്നത്? അല്ല, എൻ്റെ വീട് വൃന്ദാവനത്താണ്. 10 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് മനസ്സിൽ ധ്യാനിച്ച ഒരു കാര്യം, ഞാൻ അവിടെ പോയൊരു ഫോട്ടോ എടുത്തു. ഇവിടെ ഈ ബോഗൻവില്ല അതിന് തൊട്ട് മുന്നിൽ. എന്നിട്ട് എൻ്റെ മനസ്സിൽ കൂടെ തോന്നുന്നു, ഈ ബോഗൻവില്ല എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബ്യൂട്ടി അതിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. വി ഹാവ് ടു കൺവേ ദ ബ്യൂട്ടി, ദ ഫ്രാഗ്രൻസ് ഓഫ് ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ലവ്. അത് ഈ ലോകത്തെ തന്നെ രൂപാന്തരപ്പെടുത്തും. അതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കൺവെൻഷൻ അതിന് മുഖാന്തരമായി തീരും. നിങ്ങളതിന് നല്ല ഒരു BDM സഹോദരന്മാരാണ്. നിങ്ങളുടെ ഈ ശുശ്രൂഷ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സോ വിഷ് യു ഹാപ്പി മാരാമൺ. താങ്ക് യു. നമ്മുടെ അച്ഛൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അച്ഛൻ വളരെയധികം സ്നേഹിക്കുന്ന ഫെബിൻ അച്ഛനെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അച്ഛൻ്റെ പേര്? എൻ്റെ പേര് ഫെബിൻ ജോൺ എബ്രഹാം. അച്ഛൻ്റെ നാട്? എൻ്റെ പുതുക്കുളമാണ് ഹോം പാരിഷ്, കുമ്പളാമ്പി സെൻറ്റർ, റാന്നി. എത്ര വർഷമായി ഈ പ്രവർത്തനവുമായി ബന്ധപ്പെടാൻ? കുഞ്ഞിലെ തൊട്ടേ മാതാപിതാക്കന്മാർ കൊണ്ടുവന്ന മാരാവണുമായിട്ടുള്ളൊരു ബന്ധം എപ്പോഴും ഉണ്ടല്ലോ. അത് നമുക്കൊരു സന്തോഷമാണ്. മാരാവണ് ഇല്ല എങ്കിൽ എന്തോ ഒരു അസാന്നിധ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ജബൽപൂർ പഠിക്കാൻ പോയ 4 വർഷം വരാൻ പറ്റാഞ്ഞ അവസരങ്ങളൊക്കെ. പക്ഷേ വീണ്ടും മാരാവണ് നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഹൃദയത്തോട് എല്ലാ മാർത്തോമാക്കാർക്കും അതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അനുഭവമാണല്ലോ. അച്ഛനുമായിട്ടുള്ള പരിചയം 2011 മുതലാണ്. എൻ്റെ BD പ്രാക്ടിക്കൽ വർക്ക് ഒരു വർഷം അച്ഛൻ ശുശ്രൂഷ ചെയ്ത വയലത്തല കൃപാഭവൻ എന്ന സ്ഥാപനത്തിലായിരുന്നു. അന്ന് കൃപാഭവനോട് ചേർന്ന് അച്ഛന് വയലത്തല സെൻറ് തോമസ് മാർത്തോമ ഇടവകയും അതുപോലെ തന്നെ അന്തിയോളംകാവ് ശാലയും ഇടവകയുണ്ട്. ആ 2 ഇടവകളോട് ചേർന്ന് കൃപാഭവനിൽ ഏകദേശം 1 വർഷവും 2 മാസവും അച്ഛനോടൊപ്പം ഉണ്ടായിരുന്നു. അതൊരു വലിയ ഓർമ്മയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏതൊരു തുടക്കവുമാണ് നമ്മളെ
തീർച്ചയായിട്ടും ആ ഒരു രംഗത്ത് മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സ്കൂളായാലും ചെയ്യുന്നൊരു ജോലി രംഗമായാലും ആ തുടക്കം മോശമായാൽ അത് അത്ര ഇതാവും തോന്നില്ല. എനിക്ക് തോന്നുന്നു ഞങ്ങൾ മാത്രമല്ല, അച്ഛന് കുറേ ശിഷ്യന്മാരുണ്ട്. അത് അച്ഛൻ ഇപ്പോഴും പറയും. അച്ഛൻ്റെ ഒരു സ്കൂൾ ഓഫ് തോട്ട് തന്നെയുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ പറഞ്ഞ സിനിമയുടെ ബിഷപ്പ് സെക്രട്ടറി അരുണച്ഛന്, ഞങ്ങളുടെ ഒരു വിനയകുമാർ സാറ്, രാജേഷ് അച്ഛന്, വിനയകുമാർ സാറല്ല സാർ ഇപ്പോൾ അച്ഛനായി, ക്ഷമിക്കണം. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഞങ്ങൾക്കൊരു അപ്പൻ്റെ സ്ഥാനത്ത് ആണെങ്കിൽ അങ്ങനെ, ഒരു പട്ടക്കാരൻ്റെ സ്ഥാനത്താണെങ്കിൽ അങ്ങനെ, എന്നാലൊരു സുഹൃത്തിൻ്റെ സ്ഥാനത്താണെങ്കിൽ അങ്ങനെ, അത്തരത്തിലൊക്കെ ഞങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു വലിയ അടുപ്പമുണ്ട്. തീർച്ചയായിട്ടും എനിക്കൊരു വിശ്വാസം ഇപ്പോഴും ഉള്ളത് ആ തുടക്കമാണ് ഇന്നും നയിക്കുന്നത്. തീർച്ചയായിട്ടും പോയ രംഗങ്ങളിലൊക്കെ ദൈവം തമ്പുരാൻ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. പോയിടത്തെല്ലാം അത്തരത്തിലുള്ള നല്ല പട്ടക്കാരെ ലഭിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ്. പ്രത്യേകിച്ച് അതിലൊരിക്കലും ഒട്ടും മറക്കാൻ പറ്റാത്തത് പ്രിയപ്പെട്ട എംസിസ് കറിയാച്ചനാണ്, അച്ഛനും കുടുംബവും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ആ സ്ഥാപനം, അവിടുത്തെ കുഞ്ഞുങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ, ഇടവ ശുശ്രൂഷകൾ, ഒരുപക്ഷെ ഈ ഒരു ശുശ്രൂഷയിൽ ആഗ്രഹിച്ചുവെങ്കിലും അത്തരത്തിൽ ഒരു വലിയ പ്രാഗൽഭ്യമോ പ്രാവീണ്യമോ ഒന്നും തന്നെ ഇല്ലായിരുന്നൊരു വ്യക്തിത്വമാണ്. അതൊരു പക്ഷേ എന്നെ അന്നത്തെ കാലത്തൊക്കെ വ്യക്തിപരമായിട്ട്, എന്നാൽ അതിലൊക്കെ വളർത്തിയതും നട്ട് നനച്ച് പരിപോഷിപ്പിച്ചതും ഒക്കെ അച്ഛൻ്റെ ഒരു കൈത്താങ്ങലാണ് എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. മാർത്തോമയുടെ പ്രവർത്തനങ്ങൾക്കൊരു വഴികാട്ടിയായി യുവജനതകൾക്ക് അച്ഛനൊരു മാതൃകയാണെന്ന്. തീർച്ചയായിട്ടും അച്ഛന് ഞാൻ കണ്ടത് ഒരു നല്ലൊരു പാരിഷ് പ്രീസ്റ്റാണ്. ഒരു പക്ഷേ അഡ്മിനിസ്ട്രേഷൻ ലെവൽ വലിയ കർക്കശക്കാരനൊന്നുമല്ല. ഒരു പക്ഷേ ഭരണഘടന അരച്ചു കുടിച്ച് കലക്കിയ ഒരാളായിരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അറിയത്തില്ല എന്നുള്ളതല്ല. എന്നാൽ അത്തരത്തിൽ എന്നാൽ ഒരു സ്നേഹനിധിയായ, ഒരു ജനകീയനായ, ഈ നമ്മൾ സാധാരണയായിട്ട് പറയുമല്ലോ ഈ നമ്മുടെ സഭയെക്കുറിച്ചും ദേശത്തെ പട്ടക്കാരൻ. അച്ഛൻ ആ വയലത്തലയുടെ അന്ത്യളങ്കാവിൻ്റെ ആ ദേശത്തൊരു പട്ടക്കാരനായിരുന്നു. എപ്പോഴും നിരീക്ഷിച്ച ഒരു സവിശേഷതയാണ് മറ്റു തീർച്ചയായിട്ടും ആ ഇടവകയുടെ അംഗങ്ങൾക്ക് എന്നുള്ളത് മാത്രമൊന്നുമല്ല, അവിടെ പോകുന്ന ഇടങ്ങളിലൊക്കെ നിർത്തിയെടുത്ത് സംസാരിച്ച് എല്ലാവർക്കും ഒരു വളരെ അച്ഛൻ്റേതായിട്ടുള്ള ഒരു ചെറിയ സിമ്പിൾസൊക്കെ ഉണ്ട്. ഒരു സൗമ്യമായ ചിരിയും ഇടപെടലും അത്തരത്തിലൊക്കെ പറഞ്ഞല്ലോ ഒരു നല്ല ആളുകൾക്കൊക്കെ വലിയ സന്തോഷമാണ്. ഒരു പക്ഷേ അച്ഛൻ പോയ ഇടങ്ങളിലൊക്കെ അത് ചോദിച്ചാൽ അത് മനസ്സിലാവും. അതെ. അപ്പം പെബിനച്ചനെ ഇവിടെ വെച്ച് കാണാൻ സാധിച്ചു. ഭയങ്കര ഇങ്ങനെയൊക്കെ മാരാവണ് വരുന്നതും ഒരു പക്ഷേ എനിക്ക് പട്ടം കിട്ടിയപ്പോഴത്തോട്ട് മലബാറാണ്. ഇങ്ങനെ നമ്മൾ പോയ അനേകരെ കൂട്ടിമുട്ടാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സവിശേഷതയും നമ്മളോട് കൂടെ തന്നെ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഈ വർഷം ഇപ്പോഴാണ് ഞാൻ അച്ഛനെ കാണുന്നത്. അതിൽ വലിയ സന്തോഷമാണ്. ഞാൻ വടക്കഞ്ചേരി, തൃശ്ശൂർ സർ, മലബാർ. അതെ. അവിടെ ഇപ്പോൾ ഈ വർഷം വന്നേ ഉള്ളൂ. അതിന് മുമ്പ് പാലക്കാട്, അതിന് മുമ്പ് നിലമ്പൂർ, ഇപ്പോൾ 8 വർഷമായിട്ട് ആ ഭദ്രാസനത്തിലുണ്ട്. താങ്ക് യു സോ മച്ച്. വീണ്ടും താങ്ക്സ്. ഇവിടുത്തെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത്, ഇവിടെ ഓരോ കൗണ്ടർ തിരിച്ച മുറികൾ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ മർത്തോമ വൈദിക സെമിനാരി, മർത്തോമ ദയറ, ബിലീവേഴ്സ് ഔട്ട്സൈഡ് കേരള. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ മർത്തോമ സന്നദ്ധ സുവിശേഷ സംഘം, എം ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെ ഒരുപാട് കൗണ്ടറുകൾ തിരിച്ച് ഇവിടെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതിവിടെ വളരെ മനോഹരമാണ്. ഓല കൊണ്ട് മേഞ്ഞ ഈ കാലാവസ്ഥയിൽ അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യത കുറയ്ക്കുവാൻ ഓല കൊണ്ട് മേഞ്ഞ് വളരെ മനോഹരമായ മുറികൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവിടേക്ക് കടന്നു വരുന്ന പ്രിയ സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും.
മർത്തോമ പ്രസംഗ സുവിശേഷ സംഘത്തിൻ്റെ ബുക്ക് സ്റ്റാളിലാണ് നിൽക്കുന്നത്. നമുക്കിവിടുത്തെ പ്രിയ സഹോദരന്മാരെ പരിചയപ്പെടാം. അച്ഛാ, പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജെയിംസ് വർഗീസ് എന്നാണ്. ഞാൻ ഇവിടുത്തെ ഒരു ഉപദേശിയാണ്, പ്രസംഗ സംഘത്തിൻ്റെ ഉപദേശിയാണ്. ഞങ്ങൾ 30 വർഷം കർണാടകയിലായിരുന്നു. ഇപ്പോൾ 4 വർഷമായിട്ട് ഈ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ജന്മഗൃഹമായ കല്ലിശ്ശേരി കടവിൽ മാളികയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത്. ഇംഗ്ലീഷും മലയാളവും ട്രാൻസ്ലേറ്റഡ് കോപ്പി, മലയാളം പാട്ടുപുസ്തകങ്ങൾ, പിന്നെ തിരുമേനിമാരുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ക്ലോക്കുകൾ, പിന്നെ ഈ സുവിശേഷ സംഘത്തിൻ്റെ നാവായ സുവിശേഷ ദൂതൻ്റെ പരിസംഖ്യ അടയ്ക്കുന്നത്, അതുപോലെ തന്നെ സംഘം സ്നേഹിതരുടെ പരിസംഖ്യ അടയ്ക്കുന്നത്, അങ്ങനെയുള്ള കളക്ഷൻസ് ആണ് ഇവിടെ മെയിനായിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള ഈ കൺവെൻഷൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങളിലൊക്കെ സഹായിക്കുന്നു. പാഠപുസ്തകം എന്ന് പറയുമ്പോൾ പുതിയ പുസ്തകങ്ങളാണ്. അതെ, ഈ വർഷത്തെ 12 പാട്ടുകൾ ചേർന്നുള്ള പുതിയ പാട്ടുകൾ അടങ്ങിയ പുതിയ പുസ്തകമാണ്. മലയാളം മാത്രമുള്ള പുസ്തകത്തിന് 20 രൂപയും ഇംഗ്ലീഷ് മലയാളം ട്രാൻസ്ലേറ്റഡ് കോപ്പിക്ക് 30 രൂപയുമാണ് ഇതിൻ്റെ വില. വളരെ താല്പര്യമായിട്ട് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇതൊരു ഒരു നേർച്ച പോലെ മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. മാരാമൺ മണപ്പുറത്ത് വന്നിട്ട് മാരാമൺ കൺവെൻഷൻ്റെ പാട്ടുപുസ്തകം ഇല്ലെങ്കിൽ അത് പ്രയാസമാണെന്നുള്ള ചിന്തയിൽ മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ഇത് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 8 മണി വരെ, രാത്രി 8 മണി വരെ ഇത് ഓപ്പണാണ്. മറ്റേ ജനത്തിന്റെ സഹകരണങ്ങള് വളരെ സന്തോഷമാണ്, വളരെ താല്പര്യമാണ്. വളരെ എല്ലാവരും വന്ന് കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാർ ഈ രാവിലെയും വൈകുന്നേരങ്ങളാണ്. ഉച്ചയ്ക്ക് ഭയങ്കര ചൂട് ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് അധികം ആൾക്കാർ വരാറില്ല. എന്നാൽ വൈകുന്നേരം നല്ല തിരക്കാണ്. ശാന്തമായിട്ട് ഇരിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തിരക്കാണ് വൈകുന്നേരം. തീർച്ചയായിട്ടും ഇത് വളരെ വളരെ നല്ലതാണ്. കാരണം ഈ ഓല എന്നുള്ളത് ഈ കാറ്റ് കയറി ഇറങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള, പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഓലയൊക്കെ കിട്ടാൻ അസൗകര്യമുണ്ട്, പ്രയാസമുണ്ട്. എങ്കിൽ പോലും അത് വളരെ മനോഹരമായ രീതിയിൽ ക്രമീകരിക്കുന്നു. ഈ ഓല എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ ഈ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ളപ്പോൾ പലരും അഭിപ്രായം പറയും ഫാനുകളും അതും ഇതുമൊക്കെ ഉണ്ടായാൽ നല്ലതായിരുന്നു എന്ന്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി പ്രകൃതി തരുന്ന ആ ഒരു മനോഹാരിത ഏറ്റവും അനുഗ്രഹം തന്നെയാണ്. ഓർമ്മയിലേക്ക് പഴയകാല ആ ഒരു ഗൃഹാരൂപത്തിലേക്ക് കടന്നുകൊണ്ട് പോകുന്ന ഒരു അനുഭവം, സന്തോഷമാണ് പറയാ. എല്ലാ കൺവെൻഷൻ സെന്ററുകളും ഷീറ്റുകളൊക്കെ അതെ തന്നെ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം ഇത് വളരെ തുറസായ ഈ പമ്പയുടെ പെരുമാറിൽ ഈ വെള്ളത്തിൽ നിന്നും അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നും വീശിയടിക്കുന്ന കാറ്റുകളൊക്കെ ഇറങ്ങുവാനുള്ള ഒരു സൗകര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഈ ഓലയുടെ ഒരു തണുപ്പ്, ഇതൊക്കെ എല്ലാം കൊണ്ടും നല്ല അനുഗ്രഹമാണ്. നല്ലൊരു ഒരു ആരോഗ്യപരമായ കാലാവസ്ഥയാണ്. ജനസാന്ദ്രത കുറവുണ്ട്. കാരണം അത് എല്ലായിടങ്ങളിലും, ഇവിടെ മാത്രമല്ല, എല്ലാ ഇടങ്ങളിലും ജനസാന്ദ്രത കുറവാണ്. കാരണം ഒരു രീതി പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു മധ്യവയസ്കരായിട്ടുള്ള ഒരു 30-നും 60-നും ഇടയ്ക്കുള്ള ആൾക്കാർ വളരെ കുറവാണ്. എന്നാൽ പ്രായമുള്ള ആൾക്കാർ 50-നും മേപ്പോട്ടുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലായിട്ട് ഇപ്പം. അതെല്ലായിടത്തും ആക്റ്റീവായിട്ടുള്ളവരാണ്. പള്ളികളിലാണെങ്കിലും അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആക്റ്റീവ്. സീനിയർ സിറ്റിസൺ ഫോറം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ അവരാണ് ആക്റ്റീവ് പള്ളികളിലൊക്കെ. എന്ന് പറഞ്ഞതുപോലെ അവരാണ് സ്ഥിരമായിട്ടും ഈ മാരാമണ്ണ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമായിട്ട് വെച്ചിരിക്കുന്ന ചില പ്രായമുള്ള ആൾക്കാർ. അവർക്ക് ആരോഗ്യമുണ്ടെങ്കിൽ മണപ്പുറത്തുനിന്ന് ചവിട്ടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അവർ അതിൽ വന്ന് പങ്കെടുത്തിരിക്കും. ഓക്കെ, താങ്ക് യു. നമ്മുടെ ഉപദേശിയുടെ വാക്കുകൾ നമുക്ക് വളരെ സന്തോഷമാണ്. ഓക്കെ, താങ്ക്സ്. മർത്തോമ സഭ ബുക്ക് ഡിപ്പോയാണ് നമ്മൾ ഈ കാണുന്നത്. ബൈബിളുകൾ, ഇതര പുസ്തകങ്ങൾ, ആത്മീയ വർധനവിനുള്ള ഇതര ബുക്സുകൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അത് വാങ്ങാനുള്ള ജനത്തിൻ്റെ തിരക്കാണ്. ഇതിൻ്റെ തിരക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈബിളുകൾ പല വിധത്തിലുള്ളതുണ്ട്, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പോൾ തന്നെ അതിനോട് ചേർന്ന് യുവജന സംഘം ഭക്ഷണശാല കാണുവാൻ കഴിയുന്നു. വളരെ മനോഹരമായ നിലവാരത്തിൽ അതിൻ്റെ അകത്ത് ആ ഭക്ഷണശാല ക്രമീകരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്.
ഓക്കെ, ഇവിടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ബുക്ക് സ്റ്റാളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇവിടുത്തെ പലവിധമായ പുസ്തകങ്ങളുണ്ട്, അപ്പോൾ തന്നെ ബൈബിളുണ്ട്. അത് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന പ്രിയ സാറിനെ നമുക്ക് പരിചയപ്പെടാം. സാർ പേരെന്താണ്? എൻ്റെ പേര് ജോർജ് ഫിലിപ്പ്, മണർകാട്, കോട്ടയം. ബൈബിൾ സൊസൈറ്റി എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. എത്ര വർഷമായിട്ട്? ഞാനിപ്പോൾ 26 വർഷം കഴിഞ്ഞു. ഇവിടുത്തെ ഈ ബുക്ക് സ്റ്റാൾ എല്ലാ വർഷവും നടക്കാറുണ്ടോ? അതെ, കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ഞാൻ 26 വർഷമായിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ മാരാമൺ കൺവെൻഷൻ്റെ അത്രയും ചരിത്രമുണ്ട് ബൈബിൾ സൊസൈറ്റിയുടെ ബുക്ക് സ്റ്റാളെന്ന് എൻ്റെ വിശ്വാസം. ദീർഘവർഷങ്ങളായിട്ട് ബൈബിൾ സ്റ്റോൾ നമ്മൾ നടത്തുന്നുണ്ട്. വളരെ അതിശയിപ്പിക്കുന്നതായിട്ടുള്ള രീതിയിലാണ് ഓരോ വർഷവും വേദപുസ്തകം വാങ്ങിക്കുവാൻ ആൾക്കാർ നേരത്തെ തന്നെ കരുതി കൂട്ടി ഒരു വർഷം അവർ പൈസ സമാഹരിച്ച് വന്ന് വാങ്ങിക്കുന്ന പല പ്രാഞ്ച് അമ്മച്ചിമാർ അപ്പച്ചന്മാരുണ്ട്, ഇവിടെ വരാറുണ്ട്. മാരാമൺ മണപ്പുറത്ത് ബൈബിൾ സൊസൈറ്റിയുടെ സ്റ്റാൾ ഒരു പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഒരു വർഷം ധാരാളം ഓരോ വർഷം ബൈബിളിൻ്റെ വിൽപ്പന കൂടുതലാണ്, വിതരണം കൂടുതലാണ്, വർദ്ധിച്ചു വരുന്നുണ്ട്. അതെ, നമുക്കിവിടെ ഏതാണ്ട് 100-ലധികം വെറൈറ്റി ബൈബിളുകൾ ഇപ്പോൾ നമുക്ക് കോട്ടയം ഓഫീസ് അവൈലബിൾ ആണ്. എന്നാൽ ഇവിടെ പരിമിതികൾ മൂലം ഞങ്ങൾ അതിൻ്റെ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള എന്നാൽ ഒരു 80-90% ബൈബിളും ഇവിടെ ഉണ്ട്. നമ്മുടെ ടോട്ടൽ സർക്കുലേഷൻ ഇംഗ്ലീഷും മലയാളവും, പിന്നെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ള ബൈബിൾ, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ, ഒഡിയ, ബീഹാറി, ബംഗാളി, അങ്ങനെ അത്യാവശ്യം വിവിധ ഭാഷകളുണ്ട്. നമ്മുടെ കേരളത്തിൽ ഇപ്പം ധാരാളം വിവിധ ഭാഷക്കാരുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള സ്റ്റോക്കുകൾ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. കൂടുതലും മലയാളം, ഇംഗ്ലീഷ് ബൈബിളാണ് പോകുന്നത്. എന്നാൽ നാടൻ വിശ്വാസികൾ കടന്നു വരുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്. ഹിന്ദി ബൈബിൾ പോകുന്നുണ്ട്, തമിഴ് പോകുന്നുണ്ട്. ഒഡിയ ബൈബിളിൽ നിന്നലെ ആൾ വന്നു. നിർഭാഗ്യവശാൽ ഈ വർഷം ഒഡിയ സ്റ്റോക്ക് ഇല്ലായിരുന്നു. എന്നാൽ ബാക്കി എല്ലാ നിൽക്കുന്ന ഒരു 10-15 ഭാഷകളും ബൈബിൾ ഇവിടെ അവൈലബിൾ ആണ്. അതെ, നല്ല സഹകരണമാണ്. ബൈബിൾ സൊസൈറ്റിയുടെ സ്റ്റാളിൽ തന്നെ വന്ന് ബൈബിൾ വാങ്ങിക്കണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. മറ്റ് അടുത്തുള്ള സമീപ സ്റ്റാളിലെ ആൾക്കാർ അത് പറയാറുണ്ട്. ബൈബിൾ സൊസൈറ്റിയുടെ സ്റ്റാളുകളിൽ വന്ന് വാങ്ങിക്കാൻ വേണ്ടി ആൾക്കാർ വിലയൊക്കെ അവിടെ ചോദിച്ചിട്ട് ബൈബിൾ സൊസൈറ്റിയുടെ സ്റ്റാളിൽ വരുന്നുണ്ടെന്ന്. ഒരു പ്രത്യേകതയാണ്. ബൈബിൾ സൊസൈറ്റിയുടെ കോട്ടയം ഓഫീസിലെ സ്റ്റാൾ മണപ്പുറത്തുണ്ട്. അവിടെ വന്ന് ബൈബിൾ വാങ്ങിക്കുന്നത് ആൾക്കാർക്കൊരു സന്തോഷമാണ്. എപ്പോഴും നല്ല തിരക്കുമുണ്ട് സ്റ്റാളിൽ. തീർച്ചയായിട്ടും ആധികാരികമായിട്ട് സഭകളുടെ അംഗീകാരത്തോടെ ബൈബിൾ പ്രസിദ്ധീകരിക്കുന്നത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിലും ലോകത്തെല്ലായിടത്തും ബൈബിൾ സൊസൈറ്റികളാണ് അത് ചെയ്യുന്നത്. വളരെ സന്തോഷകരമാണ്. പ്രകൃതിയുടെ ചൂടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും വേദപുസ്തകം വിതരണം ആൾക്കാർ താല്പര്യത്തോടെ വന്ന് ബൈബിൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. ഒരാഴ്ച കടന്നു പോകുന്ന അറിയാറില്ല. ഞങ്ങൾ കോട്ടയത്തിൽ നിന്ന് യാത്ര ചെയ്താൽ വരുന്നതെങ്കിലും വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി ഞാൻ മാത്രമല്ല, എൻ്റെ സഹപ്രവർത്തകർ പലരുണ്ട്. ഞങ്ങൾ 8-10 പേരോളം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ദിവസം ഷിഫ്റ്റാണ്. അവരെല്ലാം കോതമംഗലത്തിൽ നിന്നൊക്കെ കടന്നു വരുന്ന ആൾക്കാരുണ്ട്. ഡെയിലി വന്ന് നമ്മൾ ഒരു 9 o'clock തൊട്ട് 7 o'clock വരെ ഉണ്ട്. തിരക്കനുസരിച്ച് തീർച്ചയായിട്ടും വ്യക്തമാണ് വരാം. പുസ്തകങ്ങളുണ്ട്. ഇതൊന്ന് നമുക്ക് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായ സീനിയർ സിറ്റിസൺസ് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ബൈബിൾ ഫോർ ഓൾ, ഏവർക്കും ദൈവവചനം എന്നുള്ളതാണ് ബൈബിൾ സൊസൈറ്റിയുടെ മോട്ടോ. അപ്പോൾ നമുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അവർക്ക് മനസ്സിലാകുന്ന പദസഞ്ചയത്തിലുള്ള ബഹുവർണ്ണ ചിത്രത്തോടു കൂടിയ കുട്ടികളുടെ ബൈബിള്, അതിനേക്കാൾ ഉപരി കൊച്ചു മൈ ഫസ്റ്റ് ഹാൻഡി ബൈബിൾ, എൻ്റെ ആദ്യ കൊച്ചു ബൈബിൾ എന്ന് പറഞ്ഞൊരു കൊച്ചു ബൈബിള്, ഇതിനകത്ത് ബഹുവർണ്ണത്തോടു കൂടി. ഓക്കെ, നമുക്ക് മറ്റ് ഇതര പുസ്തകങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ പരിചയപ്പെടുത്തിയത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പഠിക്കുവാൻ വളരെ സഹായമായ മൈ ഫസ്റ്റ് ഹാൻഡ് ബൈബിൾ നമുക്ക് കാണുവാനിടയായി. മറ്റ് പുസ്തകങ്ങളുണ്ട്. ബൈബിളുകൾ തന്നെ പ്രിയ സാർ ഓർമ്മപ്പെടുത്തിയതുപോലെ വിവിധ ഭാഷകളിൽ വിവിധ വലിപ്പത്തിൽ ജനത്തിന് കൈകാര്യം ചെയ്യുവാൻ, അനായാസം കൈകാര്യം ചെയ്യുവാൻ പറ്റുന്ന നിലവാരത്തിലുള്ള പുസ്തകങ്ങൾ, പുതിയ ബുക്കുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കത് പരിചയപ്പെടാം. ഇതൊരു പുതിയ ബുക്കല്ല, പഴയ ബുക്കാണെങ്കിൽ തന്നെയും എല്ലാവരുടെ അറിവിനായിട്ട് ആശ്വാസവചനങ്ങൾ എന്നുള്ളൊരു ബുക്കാണ്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ദുഃഖസമയത്തേക്കുള്ള വേദഭാഗങ്ങളും പാട്ടുകളും ചില പ്രാർത്ഥനകളും ഉൾപ്പെടുത്തി ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധീകരിച്ചേക്കുന്ന ഒരു പുസ്തകമാണ്. കേവലം 30 രൂപയ്ക്കാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് ഈ ബൈബിൾ ഒരു പൈസ പോലും വരെ കൂടിയിട്ടില്ല. ഇപ്പോഴും ഇത് 30 രൂപയ്ക്ക് ഏതാണ്ട് 150-ലധികം പേജുള്ള ഒരു ബുക്ക് നമ്മൾ 30 രൂപയ്ക്ക് ഇവിടെ വിതരണം ചെയ്യുന്നത്. വളരെയധികം ധാരാളം സർക്കുലേഷൻ ഉള്ള ഒരു പുസ്തകമാണിത്.
പ്രത്യേകിച്ച് മരണ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പലർക്കും ചിലപ്പോൾ ഭാഗങ്ങളൊക്കെ തെറ്റിപ്പോകാറുണ്ട്. അതുകൊണ്ട് മരണസമയത്തൊക്കെ ഉപയോഗിക്കാനുള്ള വേദഭാഗങ്ങൾ സെലക്ട് ചെയ്ത് അതിനുള്ള പാട്ടുകൾ അതിൻ്റെ അവസാന ഭാഗത്ത് കുറച്ച് പാട്ടുകളുണ്ട്. കൂടാതെ കുറച്ച് പ്രാർത്ഥനകളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 30 രൂപയ്ക്ക് ആശ്വാസ വചനങ്ങൾ എന്നുള്ള പുസ്തകം ബൈബിൾ സൊസൈറ്റി സ്റ്റാളിൽ ലഭ്യമാണ്. ഈ പുസ്തകം വളരെ വിലക്കുറവാണ്. ഇത് എല്ലാവർക്കും വളരെ അനുഗ്രഹമാണെന്ന് കരുതുന്നു. കാരണം ഈ കാലഘട്ടങ്ങളിൽ മനസ്സിന് ആശ്വാസം നൽകുന്ന വചനങ്ങൾ തിരഞ്ഞെടുത്ത് രചിക്കപ്പെട്ട പുസ്തകമാണ്. ആശ്വാസത്തിൻ്റെ ഗാനങ്ങൾ ഇതിൻ്റെ അകത്ത് ആലേപനം ചെയ്തിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ വളരെ വിലക്കുറവിലാണ് ഇവിടെ ലഭിക്കുന്നത്. അത് നമുക്കൊരു ബ്ലെസ്സിങ് ആയിരിക്കും. ബൈബിൾ തൊട്ട് അങ്ങേറ്റത് സീനിയർ സിറ്റിസൺ ബൈബിള്, വലിയ അക്ഷരത്തിലുള്ള ജയൻറ്റ് പ്രിൻറ്റ് ബൈബിള്, മലയാളം ഇംഗ്ലീഷ് ബൈബിള്, സെൻട്രൽ കോളം റെഫറൻസ് ബൈബിള്, കൺകോർഡൻസ് ബൈബിള്, സ്റ്റഡി ബൈബിള്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള ബൈബിള് മലയാളത്തിലും ഇംഗ്ലീഷിലും ബൈബിൾ സൊസൈറ്റി സ്റ്റാളിൽ ലഭ്യമാണ്. വില ഒരു ബൈബിളിൻ്റെ വില 300 രൂപ തൊട്ട് 2500, 4500 വരെയുള്ള ആംപ്ലിഫൈഡ് ബൈബിള് വരെ നമ്മുടെ കയ്യിലുണ്ട്. വിവിധ തരത്തിലുള്ള ബൈബിൾ, ഇമ്പോർട്ടഡ് ബൈബിളുണ്ട്, കൊറിയ പ്രിൻറ്റ് ചെയ്തുകൊണ്ട്, ചൈന പ്രിൻറ്റ് ചെയ്തുകൊണ്ട്, അങ്ങനെ ഇമ്പോർട്ടഡ് ബൈബിൾസ് ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ബൈബിളിൻ്റെ ശേഖരം ബൈബിൾ സൊസൈറ്റി സ്റ്റാളിൽ നിന്നും ആൾക്കാരുടെ അഭിരുചിക്കനുസരിച്ചുള്ള നിറം, സൈസ്, വില എല്ലാം ഇവിടെ ലഭ്യമാണ്. നമുക്ക് ഇംഗ്ലീഷിൽ NIV ബൈബിളുണ്ട്, KJV ഉണ്ട്, പിന്നെ കുട്ടികളുടെ NIV ടീം സ്റ്റഡി ബൈബിളുണ്ട്, ഗുഡ് ന്യൂസ് ബൈബിളുണ്ട്. പ്രധാനമായിട്ടും ഈ വെർഷൻസാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ESV ബൈബിളുണ്ട്. ബൈബിൾ സൊസൈറ്റി വളരെ പ്രൊമോട്ട് ചെയ്യുന്ന, ലോകത്തെല്ലായിടത്തും 200-ലധികം രാജ്യങ്ങളിൽ ബൈബിൾ സൊസൈറ്റികൾ പ്രൊമോട്ട് ചെയ്യുന്നൊരു വെർഷനാണ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ. ESV ബൈബിളും നമ്മുടെ ബൈബിൾ സൊസൈറ്റി സ്റ്റാളിൽ ലഭ്യമാണ്. വിലപ്പെട്ട സമയം തന്നതിന് താങ്ക്സ്. ഓക്കെ. ഇതിനോട് ചേർന്ന് തന്നെ CSS ബുക്ക് സ്റ്റാളാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അകത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അത് വാങ്ങാൻ തന്നെ വലിയൊരു ജനാവലി ഇതിൻ്റെ വാതിൽക്കൽ തടിച്ചു കൂടുന്നുണ്ട്. ഇപ്പോൾ അകത്ത് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എങ്കിലും ഈ പുസ്തകങ്ങൾ വാങ്ങുവാനായി ഒരുപാട് പ്രിയപ്പെട്ടവർ കടന്നു വരാറുണ്ട്. ഇവിടെ നമ്മൾ മർത്തോമ സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സൺഡേ സ്കൂൾ പുസ്തകങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ലഭ്യമാണ്. നിരവധി അച്ഛന്മാരുടെ സഹായങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ സന്തോഷകരമായ കാഴ്ചയാണ്. നമ്മുടെ ഫെബിൻ അച്ഛൻ ഇവിടെ നിൽപ്പുണ്ട്. അച്ഛൻ സൺഡേ സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുമെന്ന് കരുതുന്നു. ഇവിടെ നമ്മൾ ഈ ബുക്ക് സ്റ്റാളിലേക്ക്, മർത്തോമ സൺഡേ സ്കൂൾ സമാജം നടത്തുന്ന ബുക്ക് സ്റ്റാളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. നമുക്ക് ഇവിടുത്തെ ഇൻചാർജ് ആയിരിക്കുന്ന അച്ഛനെ പരിചയപ്പെടാം. അച്ഛൻ്റെ പേരെന്താണ്? എൻ്റെ പേര് സജേഷ് മാത്യൂസ്. ഞാനാണ് സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി. നമ്മുടെ സൺഡേ സ്കൂൾ മർത്തോമ സഭയുടെ ഒരു അംഗീകൃത സംഘടനയാണ്. അപ്പോൾ 2 സ്റ്റോളുകളുണ്ട്. ഒന്ന് സ്റ്റേജിൻ്റെ ബാക്കിലായിട്ട് ഒരെണ്ണമുണ്ട്, ഒന്ന് ബുക്ക് സ്റ്റോളും എല്ലാം കൂടെ ചേർന്ന് ഇവിടുത്തെ ഒരു സ്റ്റോളുണ്ട്. അച്ഛൻ്റെ വീട് അടൂരാണ്. അവിടെ തന്നെയാണോ ഇപ്പോഴും ആയിരിക്കുന്നതോ? അല്ല, തിരുവല്ല, നമ്മുടെ ഹെഡ് ഓഫീസ് തിരുവല്ലയാണ്. നമുക്ക് സൺഡേ സ്കൂൾ ലോകമെമ്പാട് നമുക്ക് കുട്ടികളുണ്ട്. പല ഭാഷയിൽ സംസാരിക്കുന്നവർ, പല രാജ്യങ്ങളിലുള്ളവരുണ്ട്. ഭാഷകളിലും പുസ്തകങ്ങൾ അവൈലബിൾ? ഇല്ല, നമ്മൾ ഇംഗ്ലീഷും മലയാളമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഓരോന്നോരോ ഭാഷകളിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതിൻ്റെ പ്രോസസ്സ് ഇപ്പോൾ പുതിയ വോളിയമാണ് ഇപ്പോൾ നമ്മൾ ഇറക്കുന്നത്. വോളിയം 1 കഴിഞ്ഞ വർഷം ഉപയോഗിച്ചു. ഇപ്പോൾ വോളിയം 2 ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതൊരു അപ്ഡേറ്റഡ് പുതിയ കരിക്കുലമായിട്ട് നമ്മളിപ്പോൾ ഈ വർഷം റിലീസ് ചെയ്തതാണ്. റിലീസ് ചെയ്ത കരിക്കുലം ഉപയോഗിക്കും. ഈ പാഠാവലി നമ്മുടെ ഇപ്പോഴത്തെ യുവജനങ്ങൾക്ക് എത്രത്തോളം പ്രയോജനകരമാണ്? ഇത് 12ാം ക്ലാസ് വരെ എന്ന് പറയുമ്പോൾ ഒരു പ്രൗഢ വകുപ്പ്, യുവപ്പ് വരെയുള്ള കുട്ടികൾ ഈ ഇപ്പോഴത്തെ നിലവിലുള്ള കരിക്കുലം വായിച്ചു പഠിച്ചാൽ അവരുടെ ജീവിതത്തിലെ അവരുടെ എല്ലാ സാഹചര്യങ്ങളിലും ഉപയോഗിക്കാൻ പറ്റുന്ന റെഫറൻസ് ബുക്കായിട്ട് അതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ മുഴുവൻ വേദപുസ്തകമാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ജ്യേഷ്ഠവകുപ്പ്, യുവ പുസ്തകങ്ങളിലെ പാഠപുസ്തകങ്ങൾ വോളിയം 1, വോളിയം 2 നോക്കിയാൽ എൻ്റയർ ബൈബിൾ പഠിപ്പിക്കുകയാണ്. അത് അവർക്ക് മറ്റുള്ളവർ ഈ പുസ്തകങ്ങൾ വാങ്ങാറുണ്ട്. മറ്റു സഭകളിലുള്ളവരും വാങ്ങാറുണ്ട്. അല്ലല്ല, ബൈബിൾ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സഭയെക്കുറിച്ചുള്ളതുണ്ട്. മറ്റു സഭയിലുള്ള ആളുകൾക്ക് ഇത് വായിച്ച് പഠിക്കാവുന്നതാണ്. ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ പുസ്തകത്തിൻ്റെ ചെലവുകൾ എങ്ങനെ നേരത്തേക്കാൾ?
ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ? ചിലവുകൾ സാധാരണ വരുന്നത് പോലെ എല്ലാ വർഷവും ചിലവുകൾ ഉണ്ടാവുമല്ലോ, വർദ്ധിക്കുമല്ലോ. കഴിഞ്ഞത്രയും ജനാവലി ഇത്തവണത്തെ പ്രോഗ്രാമിനുണ്ടോ? ജനാവലി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഇവിടുത്തെ ജനസാന്ദ്രത അതെനിക്കറിയത്തില്ല. എല്ലാ വർഷവും വരുന്നുള്ള ആളുകളുണ്ട്. ബുക്ക് സ്റ്റോളിലേക്കുള്ള വരവ് അതുണ്ട്, പിന്നെ എല്ലാ വർഷവും. ഓക്കെ, താങ്ക് യു അച്ഛാ. ഓക്കെ, താങ്ക് യു. സ്ഥലം പറഞ്ഞേ? പേഴുംപാറ. പേരുംപാറ. ഈ പത്തനംതിട്ട ജില്ല തന്നെയാണോ? പത്തനംതിട്ട കഴിഞ്ഞ് ശ്രീകത്തോട് അങ്ങമൂഴി വഴിയില്ലേ, മണിയാറ് ഡാമൊക്കെ അവിടെയാ. അവിടെ തന്നെ അരീക്കക്കാവ് ഡിപ്പോ ഓഫീസ്. സുഗുണാബായി. സുഗുണാബായി. മനോഹരമായ പേരാണല്ലോ. ഞാൻ എറണാകുളംകാരിയാണ് ആണ്. ഞാനിവിടെ വർഷങ്ങളായിട്ട് വരാറുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് ഞാൻ ആസ്പത്രിയിൽ പത്തനംതിട്ട ആസ്പത്രി വന്നതാ. എന്നെ ഈ സഹോദരി വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഞാനിവിടെ വന്നതാ. ഞാൻ ആസ്പത്രിയോട് സ്കാൻ ചെയ്യാൻ കിട്ടി. 5 വർഷമായി കിഡ്നി എടുത്ത് കളഞ്ഞിട്ട്. അത് ഞാൻ ഇതുവരെ ചെക്കപ്പ് ചെയ്തിട്ടില്ല. പ്രാർത്ഥനക്ക് പോണതുകൊണ്ട് ഒരു ചെക്കപ്പിനും പോയില്ല. ഒരു സ്പീക്കർ വെച്ചിട്ടുണ്ട്, ബേസ് സ്പീക്കർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. എല്ലായിടത്തും പോയി. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് വന്നേക്കുവാ ഈ പ്രാർത്ഥനയിൽ. ദൈവം സൗഖ്യം കിട്ടും എന്നുള്ള ധാരണയിൽ എടുത്ത് വന്നേക്കുവാ. കിഡ്നി ഇല്ല, ഈ ഫേസ് സ്പീക്കർ, ഹാർട്ടിൻ്റെ കംപ്ലൈൻറ്റ്, യൂട്രസിനകത്ത് മുതൽ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെ ദൈവം നടത്തുക. അതുകൊണ്ട് എവിടെ ഉണ്ടെങ്കിലും പോയാൽ കൺവെൻഷനല്ല എന്ത് വേണമെങ്കിലും കൂടാൻ ആഗ്രഹമുണ്ട് എനിക്ക്. ഞാൻ പോകുകയും ചെയ്യും വിളിച്ചാൽ. പിന്നെ സഹോദരി വിളിച്ചുകൊണ്ട് ഞാനിവിടെ വന്നതാണ്. വന്നപ്പോൾ കൂട്ട് കിട്ടിയതാ. അങ്ങനൊന്നും വരാറില്ല, ശരിക്കും വഴി അറിയത്തില്ല, എങ്കിലും വന്നു. അല്ല ഇപ്പൊ 3ാമത്തെ പ്രാവശ്യം. നല്ല കൂട്ടായ്മ, സന്തോഷം. പാഠപുസ്തകം മേടിക്കാൻ വന്നല്ലേ. ഇത് ഇവിടുത്തെ പ്രാർത്ഥനാലയമാണ്. അപ്പുറത്തെ മെസ്സേജ് കൂട്ടായ്മകളൊക്കെ നടക്കുമ്പോൾ തന്നെ ഈ ഗ്രൗണ്ടിൽ മനോഹരമായൊരു പ്രാർത്ഥനാലയം സെപ്പറേറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാലയത്തിൻ്റെ ഉള്ളാണ് നിങ്ങൾ ഈ കാണുന്നത്. പലതരമായ ശാരീരിക പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നു. ഒരുപാട് വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിക്കുന്നുണ്ട്. കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. സൗഖ്യത്തിനായി യാചിക്കുന്നു. മുതിമൂട് സാറാ തോമസ് പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി. ഓക്കെ, ഇവിടെ മലങ്കര മർത്തോമ സുറിയാനി സഭ ലഹരി വിമോചന സമിതിയുടെ കവാടമാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. സെന്റ് പോൾസ് ഇടവകയിൽ സുനിൽ ജി തോമസ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഇതിൻ്റെ ഇൻചാർജ് ആയിരിക്കുന്ന അച്ഛനെ പരിചയപ്പെടാം. അച്ഛാ, പേരെന്താണ്? എൻ്റെ പേര് ജെറിഗെ മാത്യു എന്നാണ്. ഞാനിപ്പോൾ മലാലപ്പുഴ നവജീവ കേന്ദ്രത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ വീട് തേക്കോടാണ്. ഇത് മർത്തോമ ലഹരി വിമോചന സമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരു എക്സിബിഷൻ സ്റ്റോളാണ്. ഇതിൽ മർത്തോമ സഭയിൽ 9 ലഹരി വിമോചന കേന്ദ്രങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളും അതിൻ്റെ പറയുന്നതാണ്. ഈ സ്റ്റോളിൽ നമ്മൾ ആസക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്, ആസക്തി എന്താണെന്ന് പറയുന്നുണ്ട്, അതിൻ്റെ 3 ഘട്ടങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്തുള്ള അഡിക്ഷനുകൾ ഏതൊക്കെയാണെന്നുള്ള പിക്ചറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ലഹരി ഉപയോഗം കാരണം എന്തൊക്കെ സംഭവിക്കുന്നു, ഏതൊക്കെ രീതിയിലാണ് ആ മനുഷ്യനെ ബാധിക്കുന്നത് എന്ന രീതിയിൽ നമ്മൾ നല്ല പിക്ചർ രീതിയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ നമ്മൾ ചെറിയൊരു അടിക്കുറിപ്പ് മത്സരമൊക്കെ നടത്തിയിട്ടുണ്ട്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ വിഷമിക്കുന്നു. ഇത് നമ്മൾ ഒരു അടിക്കുറിപ്പ് മത്സരമാണ്. ഓരോ ദിവസം ഓരോ പിക്ചറാണ്. ഈ പിക്ചർ നോക്കിയിട്ടൊരു ക്യാപ്ഷൻ എഴുതി പേപ്പറിൽ എഴുതി വിടുക. എന്നിട്ട് ഓരോ ദിവസം നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട്. ആകർഷമായ നല്ല ക്യാപ്ഷനുകൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഒരു ജനകീയമായ ഒരു പങ്കാളിത്തം ഈ 7 ദിവസങ്ങൾ ലഭിക്കുന്നുണ്ട്. ബോധവൽക്കരണം കൂടാണ്. ഇത് കാണുമ്പം അവർക്ക് എന്താണ് മനസ്സിൽ വരുന്നത്, ഒരു അടിക്കുറിപ്പ് അത് എഴുതിയിടുക. നല്ല അടിക്കുറിപ്പുകൾക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓരോ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. നമ്മളെ സഭയിൽ 9 ലഹരി വിമോചനമാണെന്ന് പറഞ്ഞല്ലോ.
അതിൽ ഓരോ സ്ഥാപനങ്ങൾ പ്രവർത്തനങ്ങളുടെ ഒരു ഫോട്ടോസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മൾ അപ്രകാരമുള്ളവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ആവശ്യമായിട്ട് വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അവരെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പേര് ഈ ദിവസങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ബ്രോഷറുണ്ട്, അപ്പം അതിനകത്ത് നമ്മളെല്ലാവരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ സഭയുടെ ലഹരി വിമോചന കേന്ദ്രങ്ങളെല്ലാം അതിൻ്റെ ഡീറ്റെയിൽ നമ്പരും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് എവിടെ അടുത്തുള്ള കോൺടാക്റ്റ് ചെയ്യാം. അതിൽ 9 സ്ഥാപനങ്ങളുടെയും നമ്പറുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് പോകാം. പിന്നെ ഉള്ള ഇവിടെ വരുമ്പോൾ ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. പിന്നെ നമുക്കുള്ള ഈ വട്ടത്തൊരു വെറൈറ്റിയാണ് ഒരു വെളിയിൽ കാണുന്നൊരു സെൽഫി കോർണറാണ്. അതൊരു വലിയ ക്യാമ്പയിനാണ്. വൈകിട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് പേര് വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അതിനകത്തൊരു വലിയൊരു സമൂഹത്തിലുള്ള പ്രതിബദ്ധതയാണിത്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന നമ്മളൊരു ക്യാമ്പയിൻ പോലെ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ഒരു ഗൂഗിൾ കോഡ് സ്കാൻ ചെയ്ത് അതൊരു ക്യാമ്പയിനായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വൃക്ഷത്തിന് നമ്മൾ പടം വരച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ പേരെഴുതിയൊരു ഇല ഒട്ടിക്കും. അപ്പം അങ്ങനെ ഒരു നമ്മുടെ രീതിയിൽ ഈ സമൂഹത്തിലുള്ള പ്രതിബദ്ധത അറിയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ആഹ്വാനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് പേര് വന്ന് കാണുന്നുണ്ട്. നമുക്ക് ഈ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഗുണകരമായി ഒരുപാട് പേര് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ചികിത്സിച്ച് ഭേദപ്പെട്ട ഒരുപാട് ആളുകൾ മറ്റുള്ളവർ പറഞ്ഞിട്ട് അവരും കൂടെ വരുന്നവരുണ്ട്. ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് വന്ന് അഡ്മിഷനൊക്കെ എടുക്കുന്ന പ്രോസസ്സൊക്കെ തിരക്കിയാൽ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ലഹരി വിമോചന സമിതിക്കുള്ള മീറ്റിംഗ് കഴിഞ്ഞ ദിവസം പന്തൽ വെച്ച് നടന്നായിരുന്നു. അപ്പം അതിലും ഒരുപാട് ആളുകൾ പങ്കെടുത്തു. സത്യത്തിലൊരു വലിയൊരു പ്രയോജനമാണിത്. നമ്മുടെ സമൂഹത്തിലെ യുവജനങ്ങൾ വളരെയധികം വഴിതെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ലഹരി അത് അറിഞ്ഞും അറിയാതെ അതിൽ അകപ്പെടുന്ന ഒരുപാട് യുവതലമുറകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ കണ്ട ചോക്ലേറ്റ് കഞ്ചാവിനോടനുബന്ധിച്ച് ഉള്ള ചോക്ലേറ്റുകളാണെന്ന് പിടിക്കപ്പെടുവാനിടയായി. അതിൻ്റെ ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെയും നമ്മുടെ യുവതലമുറ അറിയാതെ അതിലേക്ക് ഇൻവോൾവ്മെൻ്റ് ആകുന്നുണ്ട്. അങ്ങനെയുള്ള തലമുറകളെ നമുക്ക് എത്രത്തോളം ഇതിൽ നിന്ന് അവരെ കൺവിൻസ് ചെയ്യുവാൻ കഴിയുന്നുണ്ട്? എല്ലാവരും ഒരു പരീക്ഷണം മിക്ക കേസുകളിലും വരുന്നത് ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിലാണ് മിക്ക ആളുകളും ഈ ഒരു ടീനേജിൽ ലഹരിയിലേക്ക് വരുന്നത്. പക്ഷെ അവർക്ക് ഇതിൻ്റെ ഒരു ദൂഷ്യവശങ്ങളെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ ഒരു അറിയുന്ന രീതി വരുമ്പോഴത്തേക്കും അത് അവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ വിട്ടു പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ക്യാമ്പയിനോടൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ബോധവൽക്കരിക്കുക. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഫാമിലി മൊത്തത്തിൽ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നല്ല ദൂഷ്യവശങ്ങളൊക്കെ മനസ്സിലാവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതിൽ നിന്ന് കയറി നിൽക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് മറ്റുള്ളവരെയും ഇതിൽ നിന്ന് രക്ഷിക്കാനായിട്ട് സാധിക്കും. ഫാമിലിയാണ്. പ്രത്യേകിച്ച് ഒരു മദ്യപാനം, ലഹരി എന്നുള്ളത് ഒരു വ്യക്തിരോഗമാണ്. അതുപോലെ തന്നെ ഒരു സാമൂഹിക രോഗമാണ്, ഒരു ആത്മീക രോഗമാണ്, ഒരു ഫാമിലി ഡിസീസാണ്. അങ്ങനെ എല്ലാ തലങ്ങളിലും ഇത് ബാധിക്കുന്ന ഒരു രോഗമാണ് ലഹരി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫാമിലിയെ മൊത്തത്തിൽ, സമൂഹത്തെ മൊത്തത്തിൽ രക്ഷപ്പെടുത്താനുള്ള വലിയൊരു പ്രതിബദ്ധത നമുക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ക്യാമ്പയിനിലൂടെ സാധ്യമാകുന്നത്. എങ്കിലും ഒരുപാട് പേര് വരുന്നുണ്ട്, അതൊരു സന്തോഷമാണ്. ഞങ്ങൾ വന്നപ്പോൾ ഈ വാക്കിൽ സ്കെൽട്ടൻ കാണുവാനിടയായി. അതെ. അതിനെക്കുറിച്ച് 2 വാക്ക്. അത് ഈ ലഹരിയിൽ അഡിഷൻ ആകുന്ന തലമുറകൾ വരും കാലങ്ങളിൽ അവരുടെ അനുഭവം ആ ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നതിനെ ആസ്പദമാക്കിയാണ്. അത് നമ്മൾ എല്ലാ വർഷവും ഇടുന്നതാണ്. അതിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു സിഗരറ്റ് അതിൻ്റെ വായിൽ വെച്ചിട്ട് ഒരു മോട്ടർ ഉപയോഗിച്ച് അതിങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ അതൊരു വലിയൊരു അവയർനെസ് ആണ്. അങ്ങനെ ഒരു ശരീരം അല്ലെങ്കിൽ പ്രകാരം ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരീരത്താകമാനം മൊത്തത്തിൽ അത് ബാധിക്കുകയും അവസാനം അങ്ങനെ നമ്മുടെ ശരീരത്തിന് നല്ല ഊർജ്ജമെല്ലാം നഷ്ടപ്പെടുന്ന നല്ലൊരു സജീവത നഷ്ടപ്പെട്ട് ഒരു ജീർണത ആകുന്ന ഒരിതാണ്. അപ്പം അതിൻ്റെ ഒരു രൂപമാണ് ഈ ദിവസങ്ങൾ ആ ഒരു അസ്ഥികൂടം കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് ആൾക്കാർ കയറി വന്നു. അപ്പം അത് കാണുമ്പോൾ തന്നെ എന്താണെന്ന് അറിയാൻ വേണ്ടി വരുന്നവരും ഉണ്ട്. അതെ. അപ്പം അങ്ങനെ കുറേ കുഞ്ഞുങ്ങളായാലും സ്കൂൾ കുട്ടികളൊക്കെ വന്നപ്പോഴും അവരിത് കണ്ടിട്ട് കയറി കൊണ്ട് വന്ന് എല്ലാം വായിച്ച് മനസ്സിലാക്കി സംശയങ്ങളൊക്കെ ചോദിച്ചു പോയവരും ഉണ്ട്. അതെ. എല്ലാ പ്രവർത്തനങ്ങളും ബാധിക്കുന്നു. അതെ. പിന്നെ നമുക്ക് അവിടെ പിക്ചറുകളുണ്ട് ഓരോ ശരീരം. റാന്നി സ്വദേശി സുമിത മോൻസി അടുത്ത ഓപ്പറേഷന് വേണ്ടി വിധേയപ്പെടുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് ഇവിടെ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പിക്ചറൈസ് ചെയ്തേക്കാണ്, നന്നായിട്ട് മനസ്സിലാവും പെട്ടെന്ന രീതിയിൽ. വളരെ ക്യാപ്സ്യൂലായിട്ട് നമ്മൾ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അസ്ഥികൂടവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മൾ ഇത് പറയുന്നത്. ഉപയോഗിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ രീതിയിൽ
പ്രശ്നമാകുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ റിലേറ്റഡ് ഓർഗൻസ് ആണ്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അതിനെക്കുറിച്ച് നല്ല അവെയർ ആവും. മലയാളവും ഇംഗ്ലീഷും നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേക കാലത്ത് എല്ലാ ലാംഗ്വേജും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷും നമുക്ക് 2 വേർഷനിലും കാണാൻ കഴിയുന്നുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും വിവരണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഫ്ലെക്സാണ് നമ്മൾ ഈ കാണുന്നത്. അതിലേക്കൊന്ന് ക്യാമറ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ആ ഭാഗങ്ങളൊക്കെയും. നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്ന യഹോവ ഇന്ന് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ മക്കൾക്കും നീ സൗഖ്യം കൊടുക്കണമേ യേശുവേ. സൗഖ്യദായകനായി നീ കൂടെയുള്ളതിനായി സ്തോത്രം. നിന്റെ തിരുമനസ്സോട് പറഞ്ഞ എല്ലാ ഇത് കൊക്കൈൻ്റെ ആണ് പിക്ചറുകൾ. മിക്ക ആളുകൾക്കും പറ്റുന്നത് അവരുപയോഗിക്കുന്നത് എന്താണ് മനസ്സിലാവുന്നില്ല, അല്ല ചെടികൾ കാണുമ്പോൾ എന്താ ചെടിയെന്ന് അറിയുന്നില്ല. ഇതിലൂടെയൊക്കെ നമ്മൾ ഇതെല്ലാം വിഷാംശമാണ്, ഇന്നത് ഒരു പുകയില അല്ലെ ലഹരി ഉള്ളതാണ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം കുട്ടികൾ മുതൽ ഇത് കണ്ട് മനസ്സിലാക്കി പോകുമ്പോൾ നമുക്ക് ആ ഒരു അപകടത്തിലേക്ക് വീണു പോകാൻ സാധ്യതയില്ല. നമുക്ക് ഒരുപാട് മാറി നിൽക്കാൻ അവർക്ക് സഹായിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന ഓരോ ചെടികളുടെ എന്താണ്, എങ്ങനെയാണ് അതൊക്കെ പ്രശ്നമാകുന്നതെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്. ഓക്കെ, നമ്മൾ ലഹരി കൊണ്ട് ഉണ്ടാകുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്തായിത്തീരും, അവരുടെ ശരീരത്തിൻ്റെ അവരെ ഓരോ ഓർഗൻസ് എങ്ങനെയൊക്കെ തകർന്നു പോകുമെന്നും, ലഹരി മാത്രമല്ല മറ്റ് ചില സസ്യാദികളിൽ നിന്നുണ്ടാകുന്ന എഫക്റ്റുകൾ ഒക്കെ ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും പലപ്പോഴും പലർക്കും അറിയത്തില്ല. എന്നാൽ ഇവിടെ വളരെ വിശകലനം ചെയ്ത് അത് രൂപരേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാക്കുകളാണ് അച്ഛൻ നമ്മളോട് സംസാരിപ്പാനിടയായത്. ഷിൻഡോ എന്നാണ് സാറിൻ്റെ പേര്. നവജീവ കേന്ദ്രത്തിലെ കൗൺസിലറാണ് സാറും. ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്ന ആളാണ് സാറും. 2 വാക്ക്. ഓക്കെ, നമ്മൾ ഷിൻഡോ സാറിനെ പരിചയപ്പെടാം. പേര് ഷിൻഡോ, സ്ഥലം കോട്ടയം. അതെ, നവജീവ കേന്ദ്രത്തിൽ ഡി അഡിക്ഷൻ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു 1.5 വർഷത്തോളമായി ഫീൽഡിലുണ്ട്. പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോകുന്നു. ഒരുപാട് കുടുംബത്തെ സഹായിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും യുവജനം മാത്രമല്ല, ഇത് എല്ലാ പ്രായം 6 തൊട്ട് 60 വരെയുള്ള ഏത് വ്യക്തിയെയും ബാധിക്കുന്ന ഒരു അസുഖം തന്നെയാണിത്. ശരിയാണ്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ 30-40 വയസ്സിനിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുടുംബങ്ങൾ തകരുന്നതും ജോലി നഷ്ടപ്പെടുന്നതും മദ്യപാനാസക്തി പൂർണ്ണമായിട്ടും മദ്യത്തിന് അടിമയാകുന്നതും, മദ്യം എന്നല്ല എല്ലാ ലഹരിക്കുന്നതിന് പൂർണ്ണമായിട്ടും അടിമയാകുന്ന ഒരു 30-40 വയസ്സിനിടയ്ക്കാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. ഇപ്പോൾ നമ്മൾ ചികിത്സയ്ക്ക് വരുന്നതാണെങ്കിലും ആ പ്രായത്തിലുള്ളവരാണ് കൂടുതലുമായിട്ടുള്ളത്. സൈഡ് എഫക്റ്റ് ബാധിച്ചവർ, രോഗങ്ങളായി ബാധിച്ചവർ, അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായും നമുക്ക് അസൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ, അതായത് അസൈറ്റിസ് വെള്ളക്കെട്ട് പോലുള്ള അസുഖങ്ങൾ വന്നവരും അത് നമ്മുടെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് സാക്ഷ്യം പറയാൻ കഴിച്ച ഒരാൾ വന്നിരുന്നു, ക്യാൻസർ ബാധിതനായ, പാൻ മസാലയുടെ ഉപയോഗം മൂലം ക്യാൻസർ ബാധിതനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ വായ്ക്കുള്ളിൽ ക്യാൻസർ വന്നതാണ്. അങ്ങനെ ഒരുപാട് രോഗങ്ങളായിട്ട് വലയുന്ന ഒരുപാടധികം പേര് നമുക്ക് ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ട്. അപ്പം ഒരു തുടക്കത്തിൽ നമുക്കത് പ്രയാസമായിരിക്കും, കാരണം അവരുടെ ഒരു മാനസിക പ്രശ്നങ്ങളും മറ്റുമൊക്കെ കാണുമ്പോഴേക്കും ഒരുപാട് വിഷമങ്ങളിലൂടെ ആയിരിക്കുമല്ലോ അവർ കടന്നു പോകുന്നത്, ഒരു അസുഖം വന്നതിനെ ഓർത്ത്. അപ്പോൾ അവരെയൊക്കെ ഒരു ഇടപെടൽ എന്ന് പറയുമ്പം അതിൻ്റേതായ വെല്ലുവിളികളുണ്ട് അവിടെ. പക്ഷെ അതിന് ഇറങ്ങി ചെല്ലുവാൻ നമുക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ അവർ ഇതുമൂലമാണ് ഒരു അസുഖം വന്നതെന്ന് തിരിച്ചറിവുണ്ടാകുന്നവർക്ക് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ഒരു കാര്യങ്ങൾ തുറന്നു പറയാനാണെങ്കിലും നമുക്ക് അവരോട് ഇടപെടാനാണെങ്കിലും കുറച്ചുകൂടെ എളുപ്പമാണ്. ചികിത്സയ്ക്കാണെങ്കിലും എളുപ്പമാണ് ചില കാര്യങ്ങൾ വരുമ്പോഴേക്കും. ഉറപ്പായിട്ടും നമുക്ക് മാർത്തോമാ സഭയുടെ കീഴിൽ തന്നെ 12ഓളം സ്ഥാപനങ്ങളുണ്ടല്ലോ ലഹരിയുമായിട്ട് ഈ ഒരു മേഖല ഇടപെടുന്ന 12ഓളം സ്ഥാപനങ്ങൾ നമുക്കുണ്ട്. നമ്മൾ സ്കൂളുകളിലൊക്കെ പോയി തിരുവനാടകം ചെയ്യാറുണ്ട്, അവയർനെസ് ക്ലാസ്സുകൾ എടുക്കാറുണ്ട്, അവയർനെസ് ക്ലാസ്സുകൾ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തിരുവനാടകം അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ഇപ്പോൾ ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂളുകൾ, കോളേജുകൾ, പിന്നെ ഇടവകൾ,
അങ്ങനെ കേന്ദ്രീകരിച്ചാണ് പോകാറുള്ളത്. അതെങ്ങനെ മന്ത്ലി അങ്ങനെ വല്ലതും ആണോ അതോ ചിലപ്പം ഒരു മാസം 3-4 ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ തെരുവ് നാടകം അറേഞ്ച് ചെയ്ത് പോകാറുണ്ട്. ചിലപ്പോൾ സപ്പോർട്ട് എങ്ങനെയുണ്ട് തെരുവ് നാടകത്തോടൊക്കെയുള്ള? ആണ്, അതൊക്കെ വളരെ ആകാംക്ഷയോടെ എല്ലാവരും കാണുകയും മനസ്സിലാക്കുകയും ചില ആളുകൾ അത് കണ്ടിട്ടാണ് തിരിച്ചറിഞ്ഞ് വരുന്നവരും ഉണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിൽ അതൊക്കെ പ്രയോജനപ്പെടുന്നതാണ്. മാറ്റം വരുന്നുണ്ട്. ഇത് ബെനറ്റ് എന്നാണ് സാറിന്റെ പേര്. സാറിനോട് അതെ എൻ്റെ വീട്ടിൽ ഇലന്തൂർ സ്വദേശിയാണ്. നവജീവ കേന്ദ്രത്തിൽ വർക്ക് ചെയ്യുന്നു. അവിടെ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യും. സന്തോഷകരമായ അനുഭവമാണ്. പലപ്പോഴും ഈ ലഹരിയുടെ വലയത്തിനകത്ത് അകപ്പെട്ട് ജീവിതം തകർന്നു വരുന്ന മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന വളരെ സന്തോഷമായിട്ട് കാണുന്നു. വളരെ പ്രതീക്ഷയോടാണ് ഈ പ്രവർത്തനത്തെ നമ്മൾ നോക്കിക്കാണുന്നത്. പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരു ക്ലാസ്സാണ്, സൈക്കോ എഡ്യൂക്കേഷൻ ക്ലാസ്. ഞങ്ങളുടെ ടൈം ടേബിളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന 2 ക്ലാസ്സുകളാണ്. സൈക്കോ എഡ്യൂക്കേഷൻ 2 ക്ലാസ്സുകൾ ദിവസം പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് സൈക്കോ എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ നിന്ന് താഴെ ശ്രേണി വരെ നമുക്ക് പറയുന്ന രീതിയിലുള്ള ആളുകൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം അറിവുള്ളവരാണ്. പക്ഷേ ഇവരെ തിരിച്ചറിവുള്ളവരാക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ സൈക്കോ എഡ്യൂക്കേഷനിലൂടെ നടക്കുന്നത്. കാഴ്ചയുള്ളവരാണ്, ഉൾക്കാഴ്ചയുള്ളവരാക്കുന്ന ഒരു പ്രക്രിയയാണ്. വിവരമുള്ളവരാണ്, വിവേകമുള്ള ഒരു പ്രക്രിയയാക്കുന്നവരാണ്. അതുവഴി എങ്ങനെ ഇവരെ ഉൽപ്പാദനക്ഷമതയുള്ള എവിടെയാണ് അവരുടെ ജീവിതം നഷ്ടപ്പെട്ട് ലഹരി എന്ന ലഹരിക്ക് അകപ്പെട്ട് ജീവിതം കൈവിട്ട് പോയ ജീവിതം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അവരെ ആ തിരിച്ചറിവിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഈ സ്ഥാപനത്തിൽ ആദ്യം. അതിന് പല മാനദണ്ഡങ്ങളുണ്ട്. ഞങ്ങളുടെ കൗൺസിലർ സാർമാരുടെ നേതൃത്വത്തിലുള്ള ഫാർമോക്കോ തെറാപ്പി, ഇവരെ മരുന്നിലൂടെ, അതുപോലെ തന്നെ ക്ലാസ്സുകൾ, കൗൺസിലിംഗ് ക്ലാസ്സുകൾക്ക് ഇതെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. സമൂഹത്തിൻ്റെ പിന്തുണ ആവശ്യമാണ്, കുടുംബത്തിൻ്റെ പിന്തുണ ആവശ്യമാണ്. ഇതെല്ലാം വളരെ, അതാണ് ഞാൻ വന്നു കഴിഞ്ഞ ഒരു വോളണ്ടിയറായിട്ട് എന്ന് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങൾ. വളരെ സന്തോഷവാനാണ്. നമുക്ക് സമൂഹത്തിൻ്റെ പോക്ക് കാണുമ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മൾ ചിന്തിക്കും, നമുക്ക് ചിന്തിക്കാൻ കഴിയും. നമ്മുടെ ഈ ഒരു സ്റ്റേറ്റിൽ മാത്രം ഒതുങ്ങിയ ഒരു പ്രവർത്തനമാണോ? ഇല്ല, നമ്മളിപ്പം നവജീവകേന്ദ്രം റാന്നിയിലക്കൽ ഭദ്രാസനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നവജീവകേന്ദ്രം എന്ന് പറഞ്ഞ സ്ഥാപനം ലഹരിമുക്ത ഒരേ ഒരു സ്ഥാപനമാണ്. റാന്നിയിലക്കൽ ഭദ്രാസനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. നമ്മൾ കേരളത്തിലെ 14 ജില്ലയിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ വരുന്നവരുണ്ട് അവിടെ ചികിത്സയ്ക്ക്. വെളിയിൽ നിന്നും ആളുകൾ വരുന്നുണ്ട്. മറ്റു ജില്ലകൾ, മറ്റു സ്റ്റേറ്റുകളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ അവിടെ നിന്നും കണ്ടറിഞ്ഞ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കും. വന്നിട്ടുള്ള പേഷ്യൻസ് കേരളം 14 ജില്ലകളിൽ നിന്നും ആളുകളുണ്ട്. ഈ ലഹരി വിമുക്ത ഈ ക്യാമ്പയിൻ ഇന്നത്തെ യുവതലമുറയ്ക്ക്, വിശേഷിച്ച് ഈ മാരാമൺ കൺവെൻഷനിലേക്ക് കടന്നു വരുന്നവർക്ക് പലർക്കും അതിനെക്കുറിച്ചൊരു അറിവ് ഇതിൽ നിന്ന് പകർന്നു കൊടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്നത് വളരെ അഭിനന്ദനീയമാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ നിങ്ങളെ ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിന്. ഓക്കെ, താങ്ക് യു അച്ഛാ. താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയ. ക്യാമറമാൻ ജസ്വിനോടൊപ്പം ജിജോ കോട്ടയം.